അവിടെ വന്നപ്പോ ആട്ടി ഓടിച്ച സ്ഥലം അതൊക്കെ നമുക്ക് അവിടെ വെച്ച് കാണാം. ഇപ്പോൾ നമ്മൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പള്ളി, വിശാലമായ പള്ളിയാണ്. അതിന്റെ പിൻവശം നമ്മൾ കണ്ടുകൊണ്ടാണ് യാത്ര പുറപ്പെടുന്നത്. അതാണ് നമ്മുടെ യാത്ര സഫലമാക്കി തരട്ടെ. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട് അതിന്റെ ഉൾഭാഗത്തുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ അവിടുത്തെ മക്ബറയും അതുപോലെ മക്തബ് അഥവാ ലൈബ്രറി ഒക്കെ പുറം ഭാഗത്ത് നിന്ന് കാണാൻ പറ്റുള്ളൂ. അൽഹംദുലില്ലാ ഇപ്പൊ നമ്മൾ ഒഴിവെടുത്ത് എല്ലാവരും ബാത്റൂമിലൊക്കെ പോയി ഒഴിവെടുത്തിട്ടുണ്ട്. ഇനി ആ ഒഴിവ് മുറിച്ചണ്ട. നമ്മൾ കർമ്മൽ മനാസിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒഴിവോടുകൂടി തന്നെ 2 റക്അത്ത് ഇഹ്റാമിന് വേണ്ടി ഉംറ ചെയ്യാനുള്ള ഇഹ്റാം റക്അത്ത് നമ്മൾ നിസ്കരിക്കണം. അതുവരെ നിങ്ങൾ ഒഴിവ് സ്ഥിരപ്പെടുത്തുക. നമുക്ക് ഒരുപാട് സമയങ്ങൾ ലാഭിക്കാം. ഒരാൾ ബാത്റൂമിൽ പോയി വരുമ്പോഴേക്ക് ഒരുപാട് സമയം തിരക്കുണ്ടാകുമ്പോൾ വരും. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരൻ റഹീഫിന്റെ ഭൂപ്രദേശത്ത് നല്ലപോലെ കാണാം. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു തണുപ്പാളോ, മക്കത്ത് നല്ല ചൂടേക്കാരപ്പോ ഈ സമയത്ത്. നേരം 10 മണി കഴിഞ്ഞു. നമ്മൾ 7 മണിക്ക് പുറപ്പെട്ടാലും 3 മണിക്കൂർ പിന്നിട്ടു. ഇനി നമ്മൾ വളരെ പെട്ടെന്ന് നമ്മുടെ ഹിന്ദുക്കളിലേക്ക് ഹോട്ടലിലേക്ക് നമ്മുടെ യാത്ര തിരിക്കും. അതിനിടയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പള്ളിയുടെ പിൻഭാഗമാണ് നമുക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുന്നത്. അതിന് മുന്നിൽ കണ്ടുകൊണ്ട് പിന്നിൽ കാണാൻ പറ്റും. ഇപ്പൊ കാണുന്നുണ്ട് അല്ലേ? അപ്പൊ മിനാരം കണ്ടു. നമ്മുടെ മുൻഭാഗത്താണ് ആദ്യം വന്നത്. ഇപ്പൊ പുറകു ഭാഗത്തോടെ അവിടുത്തെ വീടും അവിടുത്തെ കുടുംബത്തെ താമസിച്ചിരുന്ന സ്ഥലമൊക്കെയാണ് ഇവിടെ. അൽഹംദുലില്ലാ 14 നൂറ്റാണ്ട് മുമ്പ് സഹാബികൾ ഇവിടെ വന്നതിന്റെ വലിയ അടയാളങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ കേരളത്തിലും സഹാബികൾ വന്നത് നമുക്കറിയാം. തായിഫില് വന്നു, കാനാത്തില് വന്നു. 5 ഹിജ്റ 5 എന്ന് എഴുതിയ കൊത്തിയ കല്ലുകൾ കാണാം. അപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ശേഷം 5-ാം വർഷം ഇവിടെ സഹാബികൾ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അവര് എല്ലാവിധ ബറക്കാത്തുകളും തിരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. നമുക്ക് നല്ല ഹദിയ തന്നിട്ടുണ്ട്. അജ്വ കാരക്ക തന്നെ. ഇവിടെ ഏറ്റവും വില പിടിച്ച കാരക്കാണ് അജ്വ കാരക്ക. തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കൊടുക്കുന്ന കൈയാണ് വാങ്ങുന്ന കാറ്റിനേക്കാളും വലിയ ഹൈർ. അതിന്റെ അർത്ഥം എന്താണ്? നമ്മളിങ്ങനെ ഉണ്ടാവണം. നമ്മളൊക്കെ പൂജയുണ്ട്, നല്ലോണം ഉണ്ടാവാറ്, നല്ലോണം കൊടുക്കണം. പക്ഷെ ചില ആളുകൾക്ക് ഉണ്ടാകുന്നതോറും ഇഷ്ടത്തരം വരും. സമ്പത്തിന്റെ കാര്യത്തിൽ അത്രയുള്ളൂ. അപ്പൊ നമ്മൾ അടച്ചോട് ചോദിക്കണം, പഠിച്ചോനെ നല്ലോണം കൊണ്ട, നല്ലോണം കൊടുക്കാനുള്ള മനസ്സും കൊണ്ട. അങ്ങനെ 2 കിട്ടേണ്ടല്ലോ. ഓനാണ് ദുനിയാവിൽ രക്ഷപ്പെട്ടവൻ. അല്ലാഹു തആല നമുക്കൊക്കെ സമ്പത്ത് ഏറ്റി പെരുമാറാകട്ടെ. ഇനി നമുക്ക് മദീനയിൽ വെച്ചുകൊണ്ട് തന്നെ ഹദിയ കൊടുക്കാൻ വേണ്ടി, കാരക്ക വാങ്ങാൻ വേണ്ടി നല്ലൊരു സംഖ്യ എന്റെ കയ്യിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഹജ്ജിമാരുടെ കൂട്ടത്തിൽ ഒരു സഹോദരി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ സഹോദരി 5 വയസ്സുള്ള സമയത്താണ് അവിടുത്തെ ഉമ്മ മരിക്കുന്നത്. ആ സഹോദരിയുടെ അനുജത്തിക്ക് 3 വയസ്സുള്ള സമയത്താണ് 2 പെൺകൊച്ചുങ്ങളെ വലിയ ചെറുപ്രായത്തിൽ തന്നെ ഇട്ടേച്ചു പോകുമ്പോൾ അവരുടെ മനസ്സിൽ എത്ര വിഷമമുണ്ടാവും. അല്ലാഹു തആല അവരുടെ ഉമ്മാക്ക് സന്തോഷം ഖബറിൽ നൽകുമാറാവട്ടെ. ആ മദീന മുനവ്വറയിൽ വെച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്തൊക്കെ വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി ഹദിയ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഈ മരുഭൂമിയിൽ, ഈ പുണ്യഭൂമിയിൽ വെച്ച് നമ്മൾ ഹദിയ ചെയ്യുമ്പോൾ അല്ലാഹു തട്ടിക്കളയില്ല. അല്ലാഹുവേ ഇവിടം തൊട്ടാണ് റസൂലിനെ കല്ല് എറിയാനുള്ള ശ്രമം ആരംഭിച്ചത്. അങ്ങനെയുള്ള
ഇതൊക്കെ ഇപ്പൊ ചരിത്ര സ്മാരകങ്ങളാണ്. തായിഫിൽ വരാനുള്ള ആവശ്യം ഇവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കാണുക എന്നതല്ല. മുൻകാല നേതാക്കന്മാർ, മുൻകാലത്തെ സമൂഹം ഇവിടെ ചെയ്തു വെച്ച നല്ല കർമ്മങ്ങളും അവർ ചെയ്ത ദുഷ്കർമ്മങ്ങളും അതൊക്കെ സ്മരിച്ചുകൊണ്ട് ദുനിയാവിന് രണ്ടുമുണ്ട്, ഖൈറുണ്ട്, ഷർറുണ്ട്. നമ്മൾ ഖൈറിന്റെ വാതിലിലൂടെ പ്രവേശിച്ച് ഖൈറുകൾ നേടാനുള്ള ഒരു വലിയ സംരംഭമാണ് ഇത്തരം യാത്ര കൊണ്ട് നമുക്ക് നേടാനാകുന്നത്. നമ്മുടെ ആത്മാവിന്റെ ശുദ്ധിക്ക് ഇത് വലിയ പ്രാധാന്യമാണ്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, തങ്ങൾ പറയുക, നിങ്ങൾ ഈ ഭൂമിയിൽ യാത്ര ചെയ്യണം. എന്താണ് ഇതിന്റെ ലക്ഷ്യം? അപ്പോൾ മുൻഗാമികൾ എന്തൊക്കെ ഇവിടെ സംഭവിച്ചു, അവരെന്തൊക്കെ ബാക്കിയാക്കി വെച്ചു, അവരെന്താണ് ഈ ലോകത്തെ സംഭാവന ചെയ്തത്? ആ സംഭാവനയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ലോക മുസ്ലിങ്ങൾക്ക് വലിയ പാണ്ഡിത്യം നൽകിയ മഹാൻ. അദ്ദേഹത്തിന്റെ സ്മരണക്കാർ, അദ്ദേഹത്തിന്റെ ഒരു ലൈബ്രറി തന്നെ അറിവ് പകർന്നു കൊടുക്കുകയാണ് മഹാന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അതുകൊണ്ട് അറിവുകൾ ലഭിക്കാൻ ആവശ്യമായ വലിയ വിശാലമായ ലൈബ്രറി ഇവിടെയുണ്ട്. അതുപോലെ ധാരാളം മസ്ജിദ് അബ്ബാസ് ഇതാ മുന്തിരിവള്ളി കൊടുത്ത അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇത് തങ്ങൾക്ക് ക്ഷീണമകറ്റാനും ഇരിക്കാനും സ്ഥലം കൊടുത്ത ഇതാണ്. ഇവിടെയാണ് മസ്ജിദുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പള്ളി. ഇടത്ത് ഭാഗത്താണ് കേട്ടോ, ഇടത് ഭാഗത്താണ്. കണ്ടില്ലേ, ഫോട്ടോ കിട്ടില്ലേ? അതേപോലെ മസ്റയാണ്, അവിടെ ഒരു കൃഷിസ്ഥലാണ്. എല്ലാ കൃഷികളും ഉള്ള സ്ഥലമാണ്. മുന്തിരിയുള്ള കാലത്ത് മുന്തിരി ഉണ്ടാവും, മറ്റ് സംഭവത്തിന്റെ കാലത്ത് അതും ഉണ്ടാവും. അൽഹംദുലില്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുന്തിരി കൊടുക്കുമ്പോൾ ഇസ്ലാം ആയിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെങ്കിൽ അദ്ദേഹം ഒരു ജൂതനായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷേ റസൂലിന് വേണ്ടി സംരക്ഷണം ഒരുക്കിയ കാരണം കൊണ്ട് അദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് വരികയും വലിയ മഹാനായി തീരുകയും ചെയ്തു. അതായത് അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് നമുക്ക് സഹോദരി തന്ന സഹോദരിയുടെ ഉമ്മക്ക് അല്ലാഹു തആല എല്ലാവരുടെ സന്തോഷവും ഇപ്പോൾ തന്നെ അവരെ കബറിൽ ആനന്ദത്തോടെ അനുഭവിക്കാൻ അവസരം നൽകുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. തങ്ങളുടെ കാൽപാദത്തിൽ നിന്ന് രക്തമൊലിച്ചപ്പോൾ അവിടെ ഇരുന്ന പിണ്ടാണ് ഈ വലത്ത് ഭാഗത്തെ ബോർഡിന്റെ